സൗദി അറേബ്യയിൽ പ്രവേശന വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും അനധികൃതമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികൾക്ക് കർശന ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ഭരണകൂടം. സൗദി ആഭ്യന്തര മന്ത്രാലയം വീണ്ടും ഇക്കാര്യം വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ പ്രവേശന വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും അനധികൃതമായി രാജ്യത്ത് തങ്ങുന്ന ഇന്ത്യക്കാരടക്കമുള്ള വിദേശികൾക്ക് കർശന ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ഭരണകൂടം രംഗത്തെത്തുകയാണ്. സൗദി ആഭ്യന്തര മന്ത്രാലയം വീണ്ടും ഇക്കാര്യം വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നു. 6 മാസം വരെ തടവും 50,000 റിയാൽ വരെ പിഴ, അതോടൊപ്പം നാടുകടത്തൽ എന്നിവയൊക്കെയാണ് നിയമലംഘകർക്ക് ലഭിക്കാവുന്ന ശിക്ഷകളും. നടപ്പു വർഷത്തെ ഹജ്ജ് സീസണുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം സന്ദർശകരും കൃത്യമായി തന്നെ പാലിക്കണമെന്നും മന്ത്രാലയം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർത്ഥാടകരുടെ സുരക്ഷയും ഭദ്രതയും ഉറപ്പാക്കുന്നതിനും ക്രമസമാധാനം നിലനിർത്തുന്നതിനും അധികാരികളുമായി സഹകരിക്കേണ്ടതിന്റെ പ്രാധാന്യവും എടുത്തു പറയുന്നുണ്ട്. ഈ നിയമങ്ങളുടെ ഏതൊരു ലംഘനവും കുറ്റവാളികളെ നിയമപരമായ നടപടികളിലേക്ക് നയിക്കുമെന്നാണ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയത്. ഏത് തരം സന്ദർശക വിസകളും ഹജ്ജ് കർമ്മങ്ങൾക്ക് അനുമതി നൽകുന്നില്ലെന്നും അധികൃതർ ആവർത്തിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ സൗദി ഭരണകൂടം ശക്തമായ നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. നിയമലംഘകരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർക്ക് മക്ക, മദീന, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ 911 എന്ന നമ്പറിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ 999 എന്ന നമ്പറിലും വിളിച്ച് അധികൃതരെ അറിയിക്കണമെന്ന് മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിലവിൽ ഹജ്ജ് സീസൺ ആയതിനാൽ തന്നെ പരിശോധനകളടക്കം കൂടുതൽ ശക്തമാക്കും. ഹജ്ജ് തീർത്ഥാടനം നിയന്ത്രിക്കാൻ സൗദി അധികൃതർ നേരത്തെ തന്നെ കൈക്കൊണ്ട നടപടികൾക്ക് പിന്നാലെയാണ് പുതിയ മുന്നറിയിപ്പ് പുറത്തിറക്കിയത്. വിസ ഉപയോഗത്തിലുള്ള നിയന്ത്രണങ്ങളും അനധികൃത തീർത്ഥാടകർക്ക് പിഴ ചുമത്തുന്നതും ഈ നടപടികളിൽ ഉൾപ്പെട്ടേക്കും. തീർത്ഥാടന വേളകളിൽ നിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും സമീപ വർഷങ്ങളായി തന്നെ അധികൃതർ നിയമങ്ങൾ കർശനമാക്കി വരിക കൂടിയാണ്. ഹജ്ജിന് പോകാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ തീർത്ഥാടകർ ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങളിലൂടെ മാത്രം അപേക്ഷിക്കണം. യാത്രയ്ക്ക് മുമ്പ് സാധുവായ പെർമിറ്റുകൾ ഉറപ്പാക്കുകയും ചെയ്യണം. പുതിയ നിയമം അനുസരിച്ച് സന്ദർശക വിസകളും ടൂറിസ്റ്റ് വിസകളും ഹജ്ജിനായി ഉപയോഗിക്കാനാവില്ല. ഇത് പലതവണ മന്ത്രാലയം ആവർത്തിച്ചു പറയുന്ന കാര്യമാണ്. ഉംറയ്ക്ക് പദ്ധതിയിടുന്നവർ വിസ സമയക്രമം ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയും പെർമിറ്റുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന ഹജ്ജ് സീസണിൽ യാത്ര ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.